ആദ്യം പത്രോസ്, ഞങ്ങൾ എങ്ങു പോകും? നിത്യജീവമൊഴികൾ നിന്നിലുണ്ടല്ലോ എന്ന് തൻ്റെ വിശ്വാസത്തെ പറഞ്ഞ യേശുവിൻ്റെ ശിഷ്യൻ. യേശുവിനെ പോലെ ക്രൂശിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് തന്നെ തലകീഴായി ക്രൂശിക്കുവാൻ പറഞ്ഞു. അങ്ങനെ തന്നെ രക്തസാക്ഷിയായി മരിച്ചു. രണ്ടാമത് അന്ത്രയോസ്. അന്ത്രയോസിനെ ഉപദ്രവിച്ച് എക്സ് ആകൃതി ക്രൂശിൽ ആണി കൊണ്ടടിക്കാതെ കയറുകൊണ്ട് കെട്ടി. ഇത് കാരണം മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് കഷ്ടപ്പെടും എന്ന് വിചാരിച്ചു. അന്ത്രയോസ് 2 ദിവസം ക്രൂശിൽ തൂങ്ങി. ആ സമയത്ത് പോലും അതുവഴി വന്നവരോട് സുവിശേഷം അറിയിച്ചു. രക്തസാക്ഷിയായി മരിച്ചു. മൂന്നാമതായി യോഹന്നാൻ. AD 100 പ്രായം ചെന്ന് മരണപ്പെട്ടു. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ യോഹന്നാൻ മാത്രമാണ് സ്വാഭാവിക മരണം സംഭവിച്ചത്. നാലാമതായി സെബദിപുത്രനായ യാക്കോബ്. അതിന് യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. ഇദ്ദേഹമാണ് ശിഷ്യന്മാരുടെ ഗണത്തിൽ ആദ്യ രക്തസാക്ഷിയായത്. അഞ്ചാമതായി ബർത്തലമേയോ. ഇദ്ദേഹം ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ തോലുരിച്ച് തലകീഴായി കെട്ടിത്തൂക്കി രക്തം വാർന്ന് അവസാനം ശിരച്ഛേദനം ചെയ്ത് കൊന്നു. ശേഷം ഇദ്ദേഹത്തിൻ്റെ ശരീരം കടലിൽ വലിച്ചെറിഞ്ഞു. ആറാമതായി ഫിലിപ്പോസ്. എതിർപ്പുകൾ വർദ്ധിച്ചതോടെ അമ്പലത്തിലെ പൂജാരിമാർ അസൂയപ്പെട്ട് ഒരു ക്രൂശ് മരത്തിൽ തൂക്കി പിന്നീട് കല്ലെറിഞ്ഞു കൊന്നു. ഏഴാമതായി തോമ. കോയിൽ പൂജാരിമാർ തോമസിനെ പുറകിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തി. തമിഴ്നാട്ടിൽ തോമസിൻ്റെ ഓർമ്മയ്ക്കായി സാന്ധോം എന്ന സ്ഥലത്ത് സെൻറ് തോമസ് മൗണ്ട് ഉണ്ട്. എട്ടാമതായി മത്തായി. ഗലിലേയക്കാരനായ മത്തായി സർക്കാർ ജോലിക്കാരനായിരുന്നു. AD 90 മത്തായി തൻ്റെ വിശ്വാസികളോട് കൂടെ പേർഷ്യ ദേശത്ത് ആരാധിക്കുന്ന സമയത്ത് എതിരാളികൾ വന്ന് തന്നെ വലിച്ചു കൊണ്ടുപോയി അടിച്ച് അവസാനം കല്ലുകൊണ്ട് എറിഞ്ഞു. അങ്ങനെ യേശുവിനു വേണ്ടി രക്തസാക്ഷിയായി. 9 അൽഫിയസിൻ്റെ പുത്രനായ യാക്കോബ്. പള്ളിയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇദ്ദേഹത്തെ ഇട്ട് കല്ലെറിഞ്ഞു കൊന്നു. ഇദ്ദേഹത്തിൻ്റെ മരണത്തെ കണ്ട സഭക്കാർ പിന്നെയും ദൈവത്തോടടുത്തു. 10 യൂദാ തദ്ദേയു. പേർഷ്യ ദേശത്ത് ചെന്നപ്പോൾ അവിടെയുള്ള വിഗ്രഹാരാധനക്കാർ കുന്തം കൊണ്ട് ഇദ്ദേഹത്തെ കുത്തി കൊന്നു. അങ്ങനെ യേശുവിനു വേണ്ടി രക്തസാക്ഷിയായി. 11 കനാന്യനായ ഷീമോൻ. സ്ഥലം കനാൻ. AD 104 വർഷം 2 കഷ്ണമായി അറക്കപ്പെട്ട് രക്തസാക്ഷിയായി. 12 യൂദസ് കെരിയോത്ത്. യേശുവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷം തൂങ്ങി മരിച്ചു. അവന് പകരം മിത്യാസിനെ തിരഞ്ഞെടുത്തു. അവിടെ അദ്ദേഹം വനത്തിൽ വസിക്കുന്നവർക്ക് സുവിശേഷം അറിയിച്ചു. അവിടുത്തെ ജനം തൻ്റെ കണ്ണ് ചൂന്നെടുത്തതായി പറയുന്നു. AD 80 താൻ മരിച്ചു. അവസാനമായി അപ്പോസ്തലനായ പൗലോസ്. അവസാനം AD 65 ശിരച്ഛേദനം ചെയ്തു കൊന്നു. ഈ 12 ശിഷ്യന്മാർ യേശുവിനു വേണ്ടി എരിവോടെ ഇങ്ങനെ ശുശ്രൂഷ ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയത്തെ അലിയിക്കുന്നു.